പിന്നെ വേറൊരു കാര്യം ഞാൻ ഇന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല, അപ്പോൾ ഇവിടെ നിങ്ങളോട് കാണിക്കാം. അതാണ് സത്യം പറഞ്ഞാൽ യൊമാട്ടി ക്ലബ്ബാണ് സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. കാരണം വാലറ്റോ ക്യാപ്പുകളോ എന്നതിനേക്കാളുപരി ഇത് സാധനം വിൽക്കുന്നതിനേക്കാളൊക്കെ ഉപരി ഈ യൊമാട്ടി ക്ലബിലൂടെ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജിയിലൂടെ ലോകത്ത് എല്ലാ രാജ്യത്തുള്ളവർക്കും എല്ലാ ഭാഷയിലുള്ളവർക്കും എത്ര ശ്രമിച്ചിട്ടും ജീവിത ചെലവുകൾ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ, രണ്ടറ്റവും ഒന്ന് കൂട്ടിമുട്ടിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കണമെന്ന ഒരു ആഗ്രഹം ഉണ്ടാവുകയും അതിൻ്റെ പുറത്ത് തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് യൊമാട്ടി എന്ന എൻ്റെ ഈ ഒരു ബ്രാൻഡും ഈ ഒരു ബിസിനസ് പ്രസ്ഥാനവും ഈ ഒരു പാർട്ട് ടൈം ജോലിയും. തുടക്കത്തിൽ എനിക്കിതിനെക്കുറിച്ച് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇതൊരു പാർട്ട് ടൈമായിട്ട് തന്നെ തുടങ്ങണം, അല്ലാതെ ഒരു വലിയ ബിസിനസ്സായിട്ട് തുടങ്ങാൻ സാധിക്കത്തില്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഒരു ക്ലാരിറ്റി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാർട്ട് ടൈമായിട്ട് തുടങ്ങി അതൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ, അതിനെക്കുറിച്ച് ചിന്തിച്ചെടുത്ത് അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള റിസോഴ്സുകളിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഞാൻ ഡിസൈൻ ചെയ്തെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഈ യൊമാട്ടി എന്ന എൻ്റെ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജി. അപ്പോൾ ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ സീരീസ് ഓഫ് ടോക്കാണ്. ഇതെങ്ങനെ ഉണ്ടായി, ഇതിൻ്റെ വിവിധ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്, ഇതിന് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ടെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു. അതിൻ്റെ ഫസ്റ്റ് ഡയമെൻഷൻ ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ ഡയമെൻഷനായിട്ടുള്ള എങ്ങനെ ക്യാപ്പുകളിലേക്ക് എത്തി, ഇതാണ് എൻ്റെ മെയിൻ ബിസിനസ് സ്ട്രാറ്റജിയിലെ മെയിൻ സംഭവം. ക്യാപ്പ് എന്ന എൻ്റെ പ്രോഡക്റ്റാണ്. ഇതാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. വാലറ്റ് എനിക്ക് പാർട്ട് ടൈം ജോലിയായിട്ട് ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഈ പാർട്ട് ടൈം ജോലിയിലൂടെ ഒരു ബിസിനസ്സിനെ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത സ്ട്രാറ്റജിയാണ് യൊമാട്ടി എന്ന പ്രസ്ഥാനവും അതിൻ്റെ സ്ട്രാറ്റജികളും. സോ ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ വാലറ്റ് എന്തുകൊണ്ട് വന്നു അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഡയമെൻഷൻസ് ആയിട്ടുള്ള എന്തുകൊണ്ട് ക്യാപ്പുകൾ വന്നു, ഇതെങ്ങനെ ലോഗോയും പിന്നെ എന്തുകൊണ്ട് യൊമാട്ടി വന്നു എന്ന ബ്രാൻഡിൻ്റെ പേര് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരുപാട് ചിലവുകൾ, ഞാനിവിടെ യൂറോപ്പിലെ ജർമ്മനിയിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും വർക്ക് ചെയ്തിട്ടും ഇവിടുത്തെ ജീവിത ചെലവുകളും മുന്നോട്ടുള്ള ചിലവുകൾ ആലോചിച്ചപ്പോൾ പ്രധാനമായിട്ടും ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്ക് PR കിട്ടും. അപ്പോൾ ആ സമയത്തൊരു വീട് വാങ്ങിക്കണമെങ്കിൽ ഇവിടുത്തെ ചിലവ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഫ്രാങ്ക്ഫർട്ടിലാണ്. അപ്പോൾ ഒരു നല്ല പൈസ ലോൺ എടുത്താലേ ഉള്ളൂ എനിക്കിവിടെ ഒരു വീട് മേടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു 10-15-20% പൈസ നമ്മൾ തന്നെ കയ്യിൽ ഉണ്ടാക്കുകയും ചെയ്യണം. ഒറ്റ പൈസ പോലും കയ്യിലില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ അത് സാധിക്കും? എന്തായാലും വീട് മേടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ആലോചിച്ചപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ചിലവുകൾ തന്നെ ഒരു തരത്തിലാണ് ഒന്ന് കഷ്ടിപുഷ്ടി ഒന്ന് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയെന്നാൽ ഞാൻ ഇനി ഒരു വർഷം കൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ സമ്പാദിച്ച ഒരു 10-20% പൈസ ഞങ്ങൾ ഒപ്പിച്ച് വെച്ചാൽ ഒരു വീട് മേടിക്കാനായി ഒരു 20% പൈസ അതിൻ്റെ ലോണിൻ്റെ പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് ബാക്കി പൈസ ലോൺ തരും. കാരണം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ബാങ്കുകൾ ലോൺ തരും. ഇവിടുത്തെ ബാങ്കുകളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ലോൺ തരും കേട്ടോ. അപ്പോൾ പക്ഷെ നമ്മൾ തിരിച്ചടയ്ക്കണം. അപ്പോൾ അതൊരു 20 വർഷത്തേക്കൊക്കെയുള്ള ലോണാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ 42 അപ്പോൾ ഒരു 62 വയസ്സ് വരെ ലോൺ അടയ്ക്കാനുള്ള ഒരു ജീവിതമേ എനിക്ക് ബാക്കിയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ്. അപ്പോൾ അതോടുകൂടി എൻ്റെ കഥ തീരും, എൻ്റെ സ്റ്റോറി തീരും. ഈ സ്റ്റോറിയിൽ എന്തെങ്കിലും, ഇതാണ് ഇവിടെ യൂഷ്വലി എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടും അല്ലെ മറ്റു വിദേശ രാജ്യങ്ങളിൽ UK ആയാലും അമേരിക്ക ആയാലും ന്യൂസിലാൻഡ് ആയാലും ഓസ്ട്രേലിയ ആയാലും എവിടെ ആയാലും ഇങ്ങനെയുള്ള സാഹചര്യമാണ്. നമ്മളവിടെ ജോലിക്ക് ചെല്ലുന്നു, കുറച്ച് കഴിയുമ്പോൾ PR കിട്ടുന്നു, ഒരു വീട് മേടിക്കുന്നു, ആ വീട് ലോൺ അടച്ച് തീർക്കുമ്പോൾ അവരുടെ ജീവിതം തീരും. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോറി. അപ്പോൾ ആ സ്റ്റോറിയുടെ ഭാഗമാകുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഫ്യൂച്ചർ. അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ച് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇതിനേക്കാളും പെട്ടെന്ന് ആ ലോൺ അടച്ചു തീർക്കാൻ സാധിക്കുമോ, കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, എനിക്കിഷ്ടമുള്ള ഒരു ജോലി ചെയ്യാൻ സാധിക്കുമോ, എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് അതുപോലെ ആഗ്രഹവുമുണ്ട്. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ യൊമാട്ടി എന്നൊരു ആശയം എൻ്റെ മനസ്സിലുണ്ടായത്. അതിൽ ഈ ചാനലിൽ, അതായത് യൊമാട്ടി ക്ലബിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ യൊമാട്ടിയുടെ കഥയാണ്. എങ്ങനെയാണ് ഈ യൊമാട്ടി ഉണ്ടായതെന്നും ഇതെങ്ങനെയാണ് ഞാൻ വളർത്തിക്കൊണ്ട് പോരുന്നതെന്നും എന്താണ് എൻ്റെ മനസ്സിലുള്ളതെന്നും എന്തുകൊണ്ട് ഇത് ആർക്കും തുടങ്ങാം, എനിക്ക് തുടങ്ങാമെങ്കിൽ. ഞാൻ സത്യം പറഞ്ഞാൽ തുടങ്ങിയത് 0 നിന്ന് പോലുമല്ല,
മൈനസ് ഒരു 3.5-4 ലക്ഷം രൂപയിൽ നിന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഞാൻ തന്നെ ലിങ്ക്ഡിനിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 3.5-4 ലക്ഷം രൂപ ഇന്ത്യൻ രൂപയുടെ കടമുള്ള ഒരു സാഹചര്യത്തിൽ അപ്പം നിൽക്കുമ്പോഴാണ് ഞാനൊരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു പൈസയും സ്വരുക്കൂട്ടി വെച്ചിട്ടല്ല, സത്യമായിട്ട് പറയുകയാണ്. ലിങ്ക്ഡിനിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പോയെന്നാൽ ഇനിയും ഈ കടം തീർന്നു വരുമ്പോഴത്തേക്ക് അടുത്ത കടം ഞാൻ വീടിൻ്റെ ലോൺ എടുത്ത് വെച്ച് അതും തീർക്കാനുള്ള ജീവിതം എനിക്കുള്ളതെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല മൾട്ടിപ്പിൾ സോഴ്സുകളിൽ നിന്നും പല സോഴ്സുകൾ ഞാൻ നേടിയെടുത്ത് ഒരു കാച്ചിക്കുറുക്കിയ ഒരു ആശയമാണ് ഈ യൊമാട്ടി. അപ്പോൾ അതിൽ എനിക്കറിയാം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടക്കത്തിൽ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ എൻ്റെ പൈസയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിന് -3,400 ഏണ്ടുണ്ടായിരുന്ന സമയത്താണ്ടാണ് ഞാനത് ചിന്തിക്കുന്നത്. പിന്നെ എൻ്റെ പൈസ ഇല്ലാത്തടത്തുനിന്ന് ഞാൻ എങ്ങനെ തുടങ്ങും? അപ്പോൾ ലോൺ എടുക്കാനും ഭാര്യയോട്ട് ഒരു തരത്തിലും സമ്മതിക്കത്തില്ല. ഓക്കെ, ബിസിനസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ആകെയുള്ളത്? ധൈര്യവും കോൺഫിഡൻസും. പിന്നെ നാട്ടിലൊരു ബിസിനസ് പണ്ട് 2018 ചെയ്ത് ഒരു 10 ലക്ഷം രൂപ നഷ്ടമുണ്ടായി ഫെയിലായ എൻ്റെ അതിൽ നിന്നും ആത്മഹത്യയൊന്നും ചെയ്യാതെ കൂളായിട്ട് ഞാൻ അതിനെ റിക്കവർ ചെയ്ത് പോകുന്നതിൻ്റെ ഒരു കോൺഫിഡൻസും. അതിവിടെ വന്ന് ജോലി ചെയ്തിട്ടാണ് ആ കട തീർത്തത് കേട്ടോ. പക്ഷേ എന്നാൽ പോലും അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു ഫെയിലിയറിനെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയപ്പോൾ ആ ഒരു കോൺഫിഡൻസും പിന്നെ ഒരു ധൈര്യവും, പിന്നെ എൻ്റെ ഈ ഒരു ചരിത്രം ഇങ്ങനെ തീരാൻ പോവുകയാണല്ലോ, അതിൽ നിന്ന് എന്തെങ്കിലും മാറി ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ വീട്ടിലിരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം 2 കുട്ടികളുണ്ട്, വൈഫ് ജോലിക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് ഞാൻ വാലറ്റ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത്. വാലറ്റ് കാണുമ്പോൾ കുറച്ച് അട്രാക്റ്റീവാണ്. ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ലതായിട്ട് അട്രാക്റ്റീവ് ആവും. പക്ഷെ അതൊരിക്കലും ഒരു ബിസിനസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ബിസിനസ് ആക്കാൻ പറ്റുന്ന എന്താണ്? അതെനിക്ക് എന്നെ ഡിപ്പെൻഡഡ് ആണ് ഈ വാലറ്റ് ഉണ്ടാക്കൽ. ഇതെൻ്റെ 4ാമത്തെ വാലറ്റാണ്. സോ കോയിൻ സെക്ഷനാണ്. സോ അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു ബിസിനസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്നും. അപ്പോൾ ഞാനിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിലൊരുപാട് ഫോളോവേഴ്സൊക്കെ വരുമ്പം ആ ഒരു ഫോളോവേഴ്സിനെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എനിക്ക് ആകെ മാസത്തിൽ 1-2 വാലറ്റേ ഉള്ളൂ. അപ്പോൾ അത്രയും ഫോളോവേഴ്സ് ഉള്ളപ്പോൾ എനിക്ക് കൂടുതൽ സാധനം വിൽക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ അവിടെയാണ് എൻ്റെ ബിസിനസ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരാശയമാണ് സൈഡിൽ കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഇവിടെ നമ്മൾ വെക്കുന്നു, അതേ ബ്രാൻഡിൻ്റെ പേരിൽ. കാരണം അതൊരു ബ്രാൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ആളുകൾക്ക് ആ ബ്രാൻഡ് ആശയം കോപ്പി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രാൻഡിൻ്റെ പേരും ലോഗോയും സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ ട്രേഡ് മാർക്ക് എടുത്തേക്കുന്നതുകൊണ്ട് ആർക്കും അത് കോപ്പി ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പ്രോഡക്റ്റായിട്ട് കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റായിട്ടുള്ള ക്യാപ്പ് തീരുമാനിച്ചു. പക്ഷേ ക്യാപ്പ് അല്ലായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നത്. എൻ്റെ മനസ്സിൽ ഒരു അവസാന നിമിഷം വരെ ടീഷർട്ടായിരുന്നു കേട്ടോ. ടീഷർട്ടുകളായിരുന്നു എൻ്റെ മനസ്സിൽ. അത് തന്നെ ഇപ്പോഴും എനിക്ക് ടീഷർട്ട് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ടീഷർട്ടാണ്. കാരണം അത് കുറച്ചുകൂടെ ചീപ്പറാണ്, കുറച്ചുകൂടെ ഈസി ആയിട്ട് സോഴ്സ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നി. അങ്ങനെ അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അത് പിന്നീട് ഞാൻ അത് ക്യാപ്പിലേക്ക് എത്തിയതാണ്. അപ്പോൾ അങ്ങനെ ക്യാപ്പാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള ബിസിനസ്, എൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ്. ഓക്കെ, സോ ഇതെനിക്കിപ്പം മാസത്തിലൊരു എൻ്റെ ഫോളോവേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച്, അല്ലെങ്കിൽ ആളുകൾ എൻ്റെ ഈ ബിസിനസ് സ്ട്രാറ്റജി കണ്ടിട്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഗൂഗിൾ ആഡ്സും മറ്റു കാര്യങ്ങളൊക്കെ വരും അതിനുള്ള സാഹചര്യം എത്തുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിലും കണ്ടിട്ട് എൻ്റെ പ്രോഡക്റ്റുകൾ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതെനിക്ക് എത്ര വേണമെങ്കിലും മാസത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിത് ആക്ച്വലി ഇന്ത്യയിൽ നിന്നും സോഴ്സ് ചെയ്യണം, മാനുഫാക്ചർ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അത് ഞാൻ ഇന്ത്യയെ മോശം പറയല്ല, ഇന്ത്യയും ചൈനയുമായിട്ട് നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമുക്കതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നെ സംബന്ധിച്ച്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അങ്ങനെയാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഞാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈസി ലിങ്ക് വഴി ഞാൻ ഒരുപാട് സോഴ്സ് ചെയ്യാൻ നോക്കി. മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. പക്ഷേ മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയും അതുപോലെ ക്വാളിറ്റിയും അങ്ങനെ പിന്നെ ഒരു കാര്യം നടത്തിയെടുക്കാനായിട്ട് ഭയങ്കര ഡിലേ ആണ്. ഭയങ്കര ഡിലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിലേ. അപ്പോൾ ഒരു തരത്തിലും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നൊരു സാഹചര്യവും. ഈ പറഞ്ഞ പോലെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2000 ഒക്കെയാണ്. അപ്പോൾ തന്നെ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് അതൊന്നും നടക്കുന്ന കാര്യമല്ല.
അപ്പോൾ പിന്നെ ഞാൻ ചൈനയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ചൈനയിൽ സത്യം പറഞ്ഞാൽ അവർക്ക് ഒരെണ്ണം പോലും ഓർഡർ ചെയ്താൽ അവർ തരും. 50 50 തരും, 100 100 തരും. സോ പിന്നെ അവർ ക്വാളിറ്റിയിലേക്കാണ് നോക്കിയപ്പോഴത്തേക്കും ഇന്ത്യയിലെ ഇതുമായിട്ട് വെച്ച് നോക്കിയിട്ട് ഒരു തരത്തിലും അടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് ഞാൻ ഇന്ത്യയെ മോശം പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ എടുക്കണം എന്നായിരുന്നു. ഇനിയും അതിനുള്ള നല്ല ക്വാളിറ്റി കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യും. എൻ്റെ പ്രോഡക്റ്റുകൾ അവിടെ നിന്ന് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണലി എൻ്റെ ആഗ്രഹം. സോ അപ്പം ഞാൻ ചൈനയിൽ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഇഷ്ടം പോലെ വെൻഡേഴ്സാണ്. ഞാൻ ഒരു ആപ്പ് കണ്ടുപിടിച്ചു. ആ ആപ്പിൽ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഇവിടുത്തെ ജർമ്മനിയിൽ നിന്നുള്ള ബിസിനസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങി ഏത് പ്രോഡക്റ്റാണ് എനിക്ക് വേണ്ടത് അവിടെ നിന്നുള്ള ആ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ക്യാപ്പ് ഉണ്ടാക്കുന്നവർ എന്നെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ദിവസവും മെസ്സേജുകളാണ് ആപ്പ് വഴി വരുന്നത്, ഇമെയിൽ വഴി വരുന്നത്. അപ്പം ഞാൻ അതിൽ നിന്നൊരു 5 പേരെ സോർട്ട് ഔട്ട് ചെയ്തു. വലുതായിട്ടും സോർട്ട് ഔട്ട് ചെയ്യാനൊന്നുമില്ല, എനിക്ക് അവരുടെ പ്രോഡക്റ്റുകൾ കണ്ടപ്പോൾ അവർ ഓൾറെഡി ചെയ്തതൊക്കെ അവരുടെ ഇതിലുണ്ട്, പോർട്ട്ഫോളിയോയിലുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിലേറ്റവും നല്ല ക്വാളിറ്റി ഉള്ളവരും പ്രൈസ് പലതരത്തിലാണ്. ഓക്കെ, പലതരത്തിലുള്ള പ്രൈസുകളാണ്. നമുക്ക് ഒരുപാട് താഴെയുള്ള റേഞ്ചിൽ നിന്ന് കിട്ടും, മീഡിയം റേഞ്ച് കിട്ടും, ഹൈ റേഞ്ച് കിട്ടും. അപ്പോൾ അതനുസരിച്ച് വില വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 5 കമ്പനികൾ സെലക്ട് ചെയ്തിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. അവർ പെട്ടെന്ന് അപ്പം രാത്രിയിൽ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും അവർ നമ്മളോട് മെസ്സേജ് അയക്കും, വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കും. ഉള്ളത് പറയാമല്ലോ, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഒരു കമ്പനിയല്ല, 5 കമ്പനിയുടെ ആൾക്കാർ. സോ അങ്ങനെ ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ 5 മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ നിന്നും 5 എൻ്റെ ഈ കുറച്ചൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ലോഗോ സൈസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പലരുടെയും നിന്നും പല രീതിയിൽ ഞാനത് സോഴ്സ് ചെയ്ത് യഥാർത്ഥത്തിൽ അത് ഫീൽ ചെയ്തു. എങ്ങനെയാണ് എൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ആ കോട്ടൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അവരുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഒരു പ്രീമിയമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കോസ്റ്റ് കൊടുത്ത് ഇറക്കിയ സാധനത്തിന് അതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ടോ, അങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 5 പേരിൽ നിന്നും 5 വ്യത്യസ്ത ഫാക്ടറികളിൽ നിന്നും ഇത് സാധനം ഞാൻ സോഴ്സ് ചെയ്ത് ഇവിടെ വരുത്തിച്ചു. എനിക്കതിനുള്ള സമയവും വേണം, കാരണം പൈസയും എൻ്റെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ. എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ പൈസ മാറ്റി വെച്ച് ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ എങ്ങും കടം മേടിച്ചിട്ടല്ല, ലോൺ എടുത്തിട്ടല്ല, ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ പയ്യെ ഇതിനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ ഡോക്യുമെൻ്റ് ചെയ്ത് ഞാനിതിനെ സോഴ്സ് ചെയ്തെടുത്തു. അങ്ങനെ എനിക്ക് പ്രധാനമായിട്ടും ക്യാപ്പ് സോഴ്സ് ചെയ്തതിൽ 2 കമ്പനികൾ എനിക്ക് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കി തന്നു. അതിൽ തന്നെ അവർ തമ്മിൽ പ്രൈസ് വലിയ വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അവസാനം ഒരാളെ തിരഞ്ഞെടുത്തു, കാരണം ഒരാൾ കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്തു. അപ്പം അവരെ തിരഞ്ഞെടുത്തിട്ടാണ് അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വൈറ്റ് ക്യാപ്പാണ്, എനിക്ക് വൈറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പിന്നീട് ഞാൻ ഇത് വന്നു കഴിഞ്ഞ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സ്വാഭാവികമായിട്ടും വൈറ്റിൽ പെട്ടെന്ന് ചെളി പിടിച്ച് അറിയും. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ ഓർത്തു വൈറ്റ് സ്വാഭാവികമായിട്ടും വരും, പക്ഷേ തുടക്കത്തിൽ ആ വൈറ്റ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അത് ബീജ് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതായത് നമ്മുടെ കാക്കി കളറിലേക്ക്, പിന്നെ ബ്ലാക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇന്നലെ ചൈനയിൽ നിന്നും അത് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർ പാക്ക് ചെയ്ത് ഷിപ്പിംഗ് ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബൈ എയർ ആണ് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആണ്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ആദ്യമായിട്ടുള്ള ഒരു കൺസൈൻമെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഈവൻ ദോ ഇവിടുത്തെ ഈ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇവിടുത്തെ പേപ്പറുകളും ബിസിനസ് രജിസ്ട്രേഷൻസും ഇവിടുത്തെ ടാക്സിൻ്റെ പേപ്പറുകളും വാറ്റിൻ്റെ പേപ്പറുകളും എല്ലാ സംഭവങ്ങളും, അതുപോലെ വേസ്റ്റിൻ്റെ പാക്കേജിങ്ങിൻ്റെ കാർഡ്ബോർഡ് അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ലൈസൻസുകളും, അങ്ങനെ ഞാൻ കൂടുതലും സോഴ്സ് എന്താണ് എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കുന്നത് മുഴുവൻ ChatGPT-യോടാണ് കേട്ടോ. ChatGPT 4.0 ആണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതിനോട് എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചു. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കൂടുതൽ ലോകത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു സയൻറ്റിസ്റ്റ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതാ ഈ ഫോണിനകത്തുണ്ട്. സോ അതാണ് ChatGPT. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഡീപ് സീക്ക് ഉണ്ടല്ലോ ഇപ്പോൾ, അപ്പോൾ അതിനോട് ചോദിക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ചെയ്യാണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ മിസ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ടോ, ഇത് ഇന്നതിനൊക്കെയാണോ ഇവിടുത്തെ റൂള്, അല്ലെങ്കിൽ ഈ ഒരു സാധനം സെല്ല് ചെയ്യണമെങ്കിൽ ഈ രാജ്യത്തെ റൂള് എന്തൊക്കെയാണ്, അങ്ങനെ എന്ത് സാധനവും ഞാൻ ChatGPT-യോടാണ് കൂടുതലും ചോദിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ആളുകൾ എന്നെ സഹായിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഞാൻ ഇകോം മാഫിയ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ്, അതുപോലെ തന്നെ KPH മാഫിയയിലും അംഗമാണ്. അപ്പോൾ ഇകോം ഷോയിലെ കുറച്ച് ഫ്രണ്ട്സ് എന്നെ ഇകോം റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരെന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ChatGPT ചോദിക്കും. ഇതാണ് സംഭവം. അങ്ങനെ നമ്മൾ ഈ നിലയിലെത്തി. അതായത് ഇപ്പോൾ അവിടെ നിന്ന് എൻ്റെ പ്രോഡക്റ്റുകൾ ബൈ എയർ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇവിടെ ഫ്രാങ്ക്ഫർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് സാമ്പിളുകളൊക്കെ അവർ ഡയറക്റ്റ് എൻ്റെ വീട്ടിലേക്ക് തന്നെ നേരിട്ട് തന്നെ വരികയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഓർഡറിൽ 200 പീസാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു എത്ര കാർട്ടൺ ബോക്സ് ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതും ഡോർ ടു ഡോർ ഡെലിവറി, അത് എൻ്റെ വീട്ടിൽ കൊണ്ട് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തുമെന്ന്. പക്ഷേ ഇത്രയും ഇത് വരുന്നതുകൊണ്ട് ചിലപ്പോൾ അവിടെ ബൈ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഏതാണോ രാജ്യത്തേക്ക് കയറുന്ന ആ ഒരു പോർട്ടിൽ സീ പോർട്ട് വഴിയല്ല വരുന്നത് കേട്ടോ, ബൈ എയർപോർട്ട്. അപ്പോൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് തന്നെ ആവാനാണ് വഴി. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതും പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾ, ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ അവിടെ പോകും, അതിനുവേണ്ടി ക്ലിയറൻസ് ചെയ്യും. എന്താണെങ്കിലും പേപ്പർ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പോകും. ഇത് നമ്മൾ പഠിക്കണം. ഇതല്ലാതെ എല്ലാം വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും നടക്കത്തൊന്നുമില്ല. ഇതെല്ലാം ലേണിംഗ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. കാരണം എന്നെ പോലെ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പൈസയും സ്വരുക്കൂട്ടി വെച്ചിട്ടല്ല. ലോകത്ത് ഇതേ സാഹചര്യമുള്ള മലയാളികളും അതുപോലെ വിവിധ രാജ്യക്കാരായ പല ഭാഷക്കാരും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഞാനിപ്പം മലയാളികളോട് മലയാളത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് സോ നമ്മുടെ ഇതുപോലെ സാഹചര്യമുള്ള ആർക്കും ഇതുപോലൊരു പ്രസ്ഥാനം തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കാനും കൂടെ ഉള്ളൊരു അവസരമായിട്ടാണ് ഞാനിത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഇതുപോലെ യൊമാറ്റി ക്ലബിലെ യൊമാറ്റി ടോക്കിലൂടെ ഞാൻ നിങ്ങളിതോട് പറയുന്നത്. സോ അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തി. നമുക്ക് നോക്കാം ഇനി എന്താവും എന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ 200 ഓർഡർ കൊടുക്കാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പഠനമാണ്. ഇവിടെ നമ്മൾ ഇത് ക്ലിയറൻസ് കിട്ടി ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റുമോ, ഇവിടെ എൻ്റെ കയ്യിൽ എത്തുമോ, എത്തിയാൽ തന്നെ ഞാൻ ഇവൻ്റോ ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കിത് ഓൺലൈനിൽ സെല് ചെയ്യാൻ ജർമ്മനിയിലെ നിയമങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ ബ്യൂറോക്രസി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളത്ര വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. സോ അതിൻ്റെ ഇതുണ്ട്. പിന്നെ ടാക്സിൻ്റെ ക്ലിയറൻസിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് പുറകിൽ അണ്ടർഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ എനിക്ക് എൻ്റെ ജോലിയുണ്ട്, വൈഫ്, കുഞ്ഞുങ്ങൾ. സത്യം പറഞ്ഞാൽ സമയമില്ല. ഇതിനിടയ്ക്കാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒക്കെ എനിക്ക് പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എല്ലാം ഒന്ന് പരിശോധിക്കാനും ടെസ്റ്റ് ചെയ്യാനും എക്സ്പെരിമെൻറ്റ്സും ഒക്കെയാണ് സത്യം പറഞ്ഞത് നടക്കുന്നത്. അപ്പോൾ ഞാൻ 200 ഓർഡർ ചെയ്തു. അപ്പോൾ അതിന് വലിയ എമൗണ്ട് വരത്തില്ല. ഇനി അത് സെല്ലായില്ലെങ്കിൽ പോലും ഞാൻ ഗീവ് അവേയിലൂടെ ആൾക്കാർക്ക് കൊടുക്കും. ഇനി ഇത് പ്രസ്ഥാനം പൂട്ടിപ്പോയാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഞാൻ പറയുന്നു, നാട്ടിൽ വെച്ചൊരു ബിസിനസ് ഫെയിൽ ആയതുകൊണ്ട് എനിക്കറിയാം. ഇതിപ്പോൾ ഞാൻ ഇന്റർനെറ്റിലൂടെ ലോകത്തെല്ലാ ആൾക്കാരും അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേതാരും അറിഞ്ഞില്ല. എന്നെ കുറച്ച് കൂട്ടുകാരും നാട്ടുകാരും അറിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നാട്ടുകാരെല്ലാവരും അറിയും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു പരിപാടി തുടങ്ങി ഇവിടം വരെ എത്തിയത്, ഇത്രയും ഞാൻ അറ്റൻഡ് ചെയ്തത് പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് ജയിക്കുകയോ ഫെയിൽ ആവുമോ എന്നുള്ളതല്ല മാറ്റം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും അറ്റംപ്റ്റ് ചെയ്തു. ഇവിടം വരെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. ഇതുവരെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുവരെയും മുന്നോട്ട് ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷെ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ ഇതിവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വന്നാലോ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നാൽ എനിക്ക് അവിടെയും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇവിടം വരെ എത്തിയത് കേട്ടോ. സോ നമുക്ക് നോക്കാം. മാത്രവുമല്ല, ഇങ്ങനെ ഈ സാഹചര്യത്തിലുള്ള ലോകത്ത് വിവിധ ആളുകളുണ്ട്. അപ്പോൾ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് പോയാലുള്ള ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി ഫ്യൂച്ചറിൽ എനിക്ക് തന്നെ ഇത് കാണാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ അപ്പൻ എന്താണ് ചെയ്തതെന്ന്, അപ്പൻ്റെ തോട്ട് പ്രോസസ്സ് അന്ന് എന്തായിരുന്നു, അല്ലെങ്കിൽ അപ്പൻ അന്ന് ചെയ്തത് ശരിയായോ, അല്ലെങ്കിൽ അപ്പൻ അന്ന് ചെയ്തത് തെറ്റിപ്പോയത് എന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ എനിക്കും ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എൻ്റെ മക്കൾക്കും ഇത് കാണാൻ പറ്റും. സോ അവർക്കും എനിക്കും എല്ലാവർക്കും കൂടിയുള്ള ഒരു ഡോക്യുമെൻറ്റേഷനാണ് സത്യം പറഞ്ഞാൽ ഞാനിത് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നിങ്ങളോട് കാണിക്കാം. ഇതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു വാലറ്റ്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഈ വീട്ടിലിരുന്ന ഒരു വാലറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും, വാലറ്റ് ഉണ്ടാക്കണമെങ്കിൽ വാലറ്റിന് ലെതർ വേണം. ലെതറിന് എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോഴാണ് ഞാൻ ലെതർ വാലറ്റ് ഉണ്ടാക്കണം തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെതർ എന്തായാലും ആദ്യം മേടിക്കാൻ പോകുന്നില്ല. ബിസിനസ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പാട്ടോ.
ആദ്യം ഞാൻ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാലറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് അടിക്കാൻ തീരുമാനിച്ചു. ഇത് ഇവിടെ വഴി കിടന്ന ഒരു സോഫയുടെ ഒരു റെസിൻ എന്ന് പറയും, റെസിൻ. ഓക്കെ, അതാണെന്ന് എനിക്ക് തോന്നുന്നത്, ആ വാക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് ഉപേക്ഷിച്ച് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കീറിയെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ദിവസം കുത്തിയിരുന്ന് ഞാൻ നമ്മുടെ ആഹാരം കഴിക്കുന്ന സ്പോർക്കില്ലേ, ആ സ്പോർക്ക് കൊണ്ട് തുളയിട്ട് ഇങ്ങനെ ഹോളിട്ട്, ഓക്കെ, എന്നിട്ട് ഇവിടെ അടുത്തുനിന്ന് പിള്ളേരൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ കിട്ടുന്നൊരു ടോയ് സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയുണ്ട്, അവിടെ പോയി ഒരു നൂലും മേടിച്ച് ഒരു സൂചി മേടിച്ച് അവിടെ വെച്ചൊരു ഒരു കട്ടിങ് ബ്ലേഡും മേടിച്ച് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു വാലറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇതാണ് എൻ്റെ ആദ്യത്തെ വാലറ്റ്. ഇത് വെച്ചാണ് ഞാൻ ഇതിപ്പോൾ എനിക്ക് ഇത് വലിയ മല മറിക്കുന്ന പരിപാടിയൊന്നും അല്ല, എനിക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നി. പക്ഷെ ഇത് റെസിനിൽ ചെയ്യുന്ന പോലെ അല്ല, ഈ ലെതറിൽ ചെയ്യുന്നത്. ലെതർ അത് ആനയെ ആടും പോലെ വ്യത്യാസമുണ്ട്. അത് ഞാൻ ആദ്യത്തെ വാലറ്റ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ആദ്യത്തെ വാലറ്റിലെ ലെതർ വാങ്ങിച്ചതിൽ ചെറിയ തിക്നെസ് കൂടിപ്പോയി. അതുകൊണ്ട് അന്ന് എനിക്ക് ടൂളുകൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു. ഒരുപാട് മണിക്കൂർ, എനിക്ക് തോന്നുന്നു ഒരു 10-60 മണിക്കൂറെങ്കിലും എടുത്തെന്ന് തോന്നുന്നു അത് ഉണ്ടാക്കാനായിട്ട്. അത്രയ്ക്ക് സമയം എടുത്തു ഇൻ ടോട്ടൽ കേട്ടോ, അല്ലാതെ ഒറ്റടി കണ്ടിന്യൂസ് ചെയ്യുമല്ല ഞാൻ പറഞ്ഞത്. സോ അതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു റെസിൻ വെച്ച് ചെയ്ത ഒരു വാലറ്റാണിത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് കാണിക്കുന്നത്. ഇത് പിന്നീട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണിക്കാം. അപ്പം ഞാൻ ഇന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ഇന്നൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഇതാണ് യൊമാട്ടിയുടെ രണ്ടാമത്തെ ഡയമെൻഷൻ ഇന്ന് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത് വാലറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. രണ്ടാമത്തത് ഡയമെൻഷനാണ് ക്യാപ്പുകൾ, അല്ലെങ്കിൽ കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ എൻ്റെ ഈ കണ്ടന്റ് സ്ട്രാറ്റജിയിൽ കൊണ്ടുവരിക. കാരണം എനിക്ക് ആകെ മാസത്തിൽ 2 വാലറ്റേ ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കത്തുള്ളൂ. ജോലി ഉപേക്ഷിച്ചിട്ടല്ല, ഇതിനിടയ്ക്കാണ് ഇത് ചെയ്യുന്നത്. ഇതിനും സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ പാടാണ്. ഇതിനിടയ്ക്ക് വീഡിയോ ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കി എഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ എഡിറ്ററെ അവന്മാരെ അന്വേഷിച്ചത്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു 10-25 പേരോളം മെസ്സേജ് അയച്ചു. ഇപ്പോൾ ഒരാൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവർക്കും 1-2 വെച്ച് ഞാൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ ഈ സാധനം വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കൂടെ ഒറ്റയ്ക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ടീമിനെ ബിൽഡ് ചെയ്യണം. ഞാൻ ഇവിടെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ കട്ടാക്കി നിൽക്കണമെന്ന്, കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഈ മാർക്കറ്റിംഗ്, ഇതുപോലെയുള്ള വീഡിയോകൾ എടുക്കുക, കണ്ടന്റ് വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. അതൊന്ന് എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ പാടായിരിക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതിപ്പോൾ തന്നെ 23 മിനിറ്റോളമായി. അത് പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യും, എന്നിട്ട് ഇടും. അപ്പോൾ നോക്കാം ഈ പ്രസ്ഥാനം എങ്ങോട്ട് മുന്നോട്ട് പോകുന്നുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് യൊമാട്ടി ക്ലബ്ബിൽ ഇപ്പോൾ ഞാൻ കുറച്ച് നല്ലപോലെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നു. സന്തോഷം. വെറും 13-12 പേരാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 50 അടുത്തായി. അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന്. നിങ്ങൾ എന്നെ കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾ ഇവിടം വരെ ഈ വീഡിയോ കണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം യൊമാട്ടിയുടെ അടുത്ത ഒരു ഡയമെൻഷൻ. മൾട്ടി ഡയമെൻഷൻസിലാണ് ഇത് ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൊമാട്ടി ക്ലബ്ബാണ്. യൊമാട്ടി ക്ലബ്ബ് എന്താണെന്നുള്ളത്, എന്തുകൊണ്ടാണ് യൊമാട്ടി ക്ലബിൻ്റെ വന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതാണ് സത്യം പറഞ്ഞാൽ യൊമാട്ടി ക്ലബ്ബാണ് സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. കാരണം വെറും ഒരു വാലറ്റ്, അതായത് വാലറ്റോ ക്യാപ്പുകളോ എന്നതിനേക്കാളുപരി, ഇത് സാധനം വിൽക്കുന്നതിനേക്കാളൊക്കെ ഉപരി ഈ യൊമാട്ടി ക്ലബിലൂടെ, ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജിയിലൂടെ ലോകത്ത് എല്ലാ രാജ്യത്തുള്ളവർക്കും, എല്ലാ ഭാഷയിലുള്ളവർക്കും ഈ ഒരു സ്ട്രാറ്റജി കോപ്പി ചെയ്യാൻ സാധിക്കും. എൻ്റെ കൊച്ചു പുറകെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി കോപ്പി ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത്രയും ഒരു ആശയം വന്നിട്ട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ യൊമാട്ടി ക്ലബ്ബ് എന്തുകൊണ്ടുണ്ടായി, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ഗോൾ എന്താണ്, അതിലൂടെ എന്താണ് നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ്, എനിക്കെന്താണ് അഡ്വാൻറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.